Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ ലീഡ് കോഡ് 75ൻ്റെ സെക്കൻഡ് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ പ്രോബ്ലം ഇസ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് സ്ട്രിങ്സ്. ഇതിൽ നമുക്ക് രണ്ട് സ്ട്രിങ്സ് ആയിരിക്കും തരുന്നത്, സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2. അപ്പോൾ ഇതിൽ നമ്മൾ ലാർജസ്റ്റ് സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ദ ലാർജസ്റ്റ് സ്ട്രിങ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഡിവൈഡ്സ് ബോത്ത് സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ആ സ്ട്രിങ് എക്സ് അത് രണ്ട് സ്ട്രിങ്സിനെയും ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് സ്ട്രിങ്സ് ഉണ്ടെന്ന് വയ്ക്കാം, എസ് ആൻഡ് ടി. ഇതിൽ ഇപ്പോൾ ടി എസിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എസ് ഫുള്ളായിട്ട് ടിയുമായിട്ട് കൺകാറ്റിനേറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എസ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് ടി പ്ലസ് ടി പ്ലസ് ടി. ഒന്ന് എസ്സും ടിയും ഈക്വൽ ആയിരിക്കണം, അപ്പോഴേ ടി എസിനെ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ടീസ് ആയിരിക്കണം, അതായത് ടി പ്ലസ് ടി പ്ലസ് ടി. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ടി എസിനെ ഡിവൈഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതിൽ സ്ട്രിങ് 1 ഇസ് ഈക്വൽ ടു എ ബി സി ഉണ്ട്, ആൻഡ് സ്ട്രിങ് 2 ഇസ് ഈക്വൽ ടു എ ബി സി. ഇപ്പോൾ നമുക്ക് ഇതിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് എ ബി സി തന്നെയാണ്. ബിക്കോസ് ഈ എ ബി സി എന്നുള്ള ഈ ഒരു സ്ട്രിങ് 2നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും. എ ബി സി 1 ടൈംസ് ഉണ്ട്. അതേപോലെ സ്ട്രിങ് 1ലും എ ബി സി എന്നാണുള്ളത്, 2 ടൈംസ് എ ബി സി ഉണ്ട്. അപ്പോൾ ഈ സ്ട്രിങ് 1നെയും എ ബി സി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് എ ബി സി ആണ്. അതേപോലെ സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സ്ട്രിങ് 1 ഇസ് ഈക്വൽ ടു എ ബി ആൻഡ് സ്ട്രിങ് 2 ഇസ് ഈക്വൽ ടു എ ബി. ഇതിലിപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ട് ഡിവൈസർ നോക്കാം. ആദ്യം സ്ട്രിങ് 2 ഫുള്ളായിട്ട് എടുക്കാം, എ ബി. ഈ എ ബി എന്ന് പറയുന്നത് സ്ട്രിങ് 2നെ തന്നെ ഡിവൈഡ് ചെയ്യും. ബട്ട് അത് സ്ട്രിങ് 1നെ ഡിവൈഡ് ചെയ്യുമോ എന്ന് നോക്കുകയാണെങ്കിൽ ചെയ്യത്തില്ല. ബിക്കോസ് എ ബി 1 ടൈം ഉണ്ട്, പിന്നെ എ ബി മാത്രമേ ഉള്ളൂ. ഒരു എ ബിയും കൂടെ ഉണ്ടെങ്കിൽ അത് ഇതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയാം, പക്ഷേ ഇതിലില്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ ഈ സ്ട്രിങ് 2ൽ ലാസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രം പോപ്പ് ചെയ്തിട്ട് എ ബി നോക്കാം. എ ബി ഇതിനെ ഡിവൈഡ് ചെയ്യത്തില്ല. അടുത്ത് ആ എ ബി ലാസ്റ്റുള്ള 2 ക്യാരക്ടേഴ്സിനെ നമുക്ക് കളയാം, ബാക്കിയുള്ളത് എ ആൻഡ് ബി ആണ്. ആ എ ബി ഈ സ്ട്രിങ് 2നെ ഡിവൈഡ് ചെയ്യും. എ ബി 2 ടൈംസ് ആണുള്ളത്, അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്ട്രിങ് 1 എടുക്കുകയാണെങ്കിൽ ഒരു എ ബി ഉണ്ട്, 2 എ ബി ഉണ്ട്, 3 എ ബീസ് ഉണ്ട്. അപ്പോൾ സ്ട്രിങ് 1നെയും ഈ ഒരു എ ബി ഡിവൈഡ് ചെയ്യും. അതേപോലെ എക്സാമ്പിൾ 3 ഉണ്ട്. എക്സാമ്പിൾ 3 എന്ന് പറയുന്നത് സ്ട്രിങ് 1ൽ ലീറ്റും സ്ട്രിങ് 2ൽ കോഡും ആണ്. ഇതിൽ എങ്ങനെ നോക്കിയാലും ഇത് രണ്ടും ഡിവൈഡ് ആവത്തില്ല. ബിക്കോസ് ലീറ്റ് കോഡ് ഇത് രണ്ടും ഡിവൈഡ് ആവത്തില്ല, രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഡിവൈഡ് പറ്റാത്ത സ്ട്രിങ്സ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എം ടി സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ട്രിങ് ഏതാണോ അതിന് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇതാണ് ടാസ്ക്. ആൻഡ് ഇതിൽ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ട്രിങ് 1 ഡോട്ട് ലെങ്ത് ആൻഡ് സ്ട്രിങ് 2 ഡോട്ട് ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. ദെൻ സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2 കൺസിസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് അപ്പർ കേസ് ലെറ്റേഴ്സ്. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് ആക്ച്വലി ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ചെയ്യാൻ പറ്റും. ചിലർ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ഈ 2 സ്ട്രിങ്ങിൽ ഷോർട്ടസ്റ്റ് സ്ട്രിങ് ഏതാണോ അതെടുത്തിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സിന് ഐ കൊടുത്തിട്ട് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സിന് ജെ കൊടുക്കും. എന്നിട്ട് ഈ ഐ വാല്യൂ ആൻഡ് ജെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും ലൂപ്പിലിട്ട്. ആൻഡ് അത് രണ്ടും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ഇതിലിപ്പോൾ ഷോർട്ടസ്റ്റ് സ്ട്രിങ് പെട്ടെന്ന് തന്നെ തീരത്തില്ല ഇൻഡെക്സ്, അപ്പോൾ അത് തീരാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് J+1 മോഡ് അതിൻ്റെ ലെങ്ത് അങ്ങനെ വെച്ചിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അത് തിരിച്ച് ലൂപ്പായിട്ട് ഈ ഒരു 3 ക്യാരക്ടേഴ്സ് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് എല്ലാം ഈക്വൽ ആണെങ്കിൽ സബ് സ്ട്രിങ് കൊടുക്കും. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റുള്ള ഒരു വേർഡ് കട്ടാക്കിയിട്ട് ഒരു ലെറ്റർ കട്ടാക്കിയിട്ട് ബാക്കിയുള്ളത് വെച്ച് ചെക്ക് ചെയ്യും. ഇതൊരു മെത്തേഡാണ്. ബട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ എ ബി സി ഉണ്ടല്ലോ, പിന്നെ സെക്കൻഡ് ലെറ്റർ എ ബി സി ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്ട്രിങ്ങിനെയും സെക്കൻഡ് സ്ട്രിങ്ങിനെയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എ ബി സി സെയിം ആയിരിക്കും കിട്ടുന്നത്. ഇനി സ്ട്രിങ് 2നെയും സ്ട്രിങ് 1നെയും ആഡ് ആക്കാം. അങ്ങനെ ആഡ് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബി സി സെയിം സ്ട്രിങ് ആണ്. സ്ട്രിങ് 1 പ്ലസ് സ്ട്രിങ് 2 ചെയ്താലും സെയിം ആയിരിക്കും കിട്ടുന്നത്, സ്ട്രിങ് 2 പ്ലസ് സ്ട്രിങ് 1 ചെയ്താലും സെയിം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സപ്പോസ് ഈ ഒരു കേസ് എടുക്കാം, ഈ ലീഡ് കോഡിൻ്റെ ഈ ഒരു കേസ് എടുക്കുമ്പോൾ സ്ട്രിങ് 1ലുള്ളത് ലീറ്റ് ആണ്, സ്ട്രിങ് 2ലുള്ളത് കോഡാണ്. അപ്പോൾ സ്ട്രിങ് 1 പ്ലസ് സ്ട്രിങ് 2 ചെയ്യുമ്പോൾ നമുക്ക് ലീഡ് കോഡ് കിട്ടും.
സ്ട്രിങ് 2 പ്ലസ് സ്ട്രിങ് 1 ചെയ്യുമ്പോൾ നമുക്ക് കോഡിലീറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് അവിടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതേപോലെ ഈ എക്സാമ്പിൾ 2 എടുക്കുകയാണെങ്കിൽ സ്ട്രിങ് 1 പ്ലസ് സ്ട്രിങ് 2 ചെയ്യുമ്പോൾ എ ബി എ ബി എ ബി എ ബി എ ബി ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ആൻഡ് സ്ട്രിങ് 2 പ്ലസ് സ്ട്രിങ് 1 ചെയ്യുമ്പോൾ അഗെയിൻ എ ബി എ ബി എ ബി എ ബി എ ബി സെയിം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് തന്നെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഫർദർ സ്റ്റെപ്പിലോട്ട് പോവാം. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എംപ്റ്റി സ്ട്രിങ്. ഓക്കെ, ഇനി ഇത് ഈക്വൽ ആയിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സ്ട്രിങ് 1ൻ്റെയും സ്ട്രിങ് 2ൻ്റെയും ലെന്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ആണ് സ്ട്രിങ് 1ൻ്റെ ലെന്ത് ആൻഡ് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ലെന്ത് 3 ആണ്. ഇനി ഈ 6നും 3നും ജി സി ഡി എടുക്കാം. 6നും 3നും ജി സി ഡി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 തന്നെയായിരിക്കും. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 3 തന്നെയായിരിക്കും. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ്ങിൽ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സ് മാത്രം റിട്ടേൺ ചെയ്യുക. അതായിരിക്കും ജി സി ഡി ഓഫ് ദിസ് 2 സ്ട്രിങ്സ്. അപ്പോൾ ഇതിൽ 3 ആണ്. അപ്പോൾ എ ബി സി ആയിരിക്കും ഇതിൻ്റെ ജി സി ഡി. ഈ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രിങ് 1ൻ്റെ ലെന്ത് 1 2 3 4 5 6 ആണ്. സ്ട്രിങ് 2ൻ്റെ ലെന്ത് 4 ആണ്. അപ്പോൾ 6നും 4നും ജി സി ഡി എടുക്കുമ്പോൾ നമുക്ക് 2 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സ് മാത്രം നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇനി ഇത് നിങ്ങൾക്ക് ഏതൊരു ലാംഗ്വേജ് വെച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് C++ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് രണ്ടിൻ്റെയും ലെന്ത് കണ്ടുപിടിക്കുക. സ്ട്രിങ് 1ൻ്റെയും സ്ട്രിങ് 2ൻ്റെയും ലെന്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻറ്റ് L1 is equal to str1 dot length of length length of ഇങ്ങനെ കൊടുക്കുക, കോമ L2 is equal to str2 dot length of. ഓക്കെ, ഇപ്പോൾ രണ്ടിൻ്റെയും ലെന്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് സ്ട്രിങ് ഇതിൻ്റെ ജി സി ഡിക്ക് ഉള്ള പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കാം. ആദ്യം ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് str1 പ്ലസ് str2 നോട്ട് ഈക്വൽ ടു str2 പ്ലസ് str1. ഇത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റിട്ടേൺ ആൻ എംപ്റ്റി സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നു. ഇനി എൽസ് കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തിങ് ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെ ലെന്തിനും നമ്മൾ ജി സി ഡി കണ്ടുപിടിക്കണം. ഇതിൽ C++ ആയതുകൊണ്ട് ജി സി ഡി കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻറ്റ് ജി ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് L1, L2 ലെന്ത് 1ൻ്റെയും 2ൻ്റെയും ജി സി ഡി കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി റിട്ടേൺ str1 ഡോട്ട് substr ഓഫ് substr ഫംഗ്ഷൻ നമ്മൾ സബ്സ്ട്രിങ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 0 തൊട്ട് G വരെയുള്ള ലെറ്റേഴ്സ് എനിക്ക് വേണം. ആ ഒരു വേർഡിൽ സ്ട്രിങ്ങിൽ 0 തൊട്ട് G വരെയുള്ള ലെറ്റേഴ്സ് വേണം. ഇങ്ങനെ കൊടുത്താൽ മതി. നമുക്ക് പ്രോബ്ലം സെറ്റായി. ഇനി റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. 3 കേസസ് ഉണ്ട്. 3 കേസും അക്സെപ്റ്റ് ആയി. ഇനി ഇത് സബ്മിറ്റ് കൊടുക്കാം. ഇതിൽ ഓരോ പ്രോബ്ലമും സോൾവ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ലോജിക്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലോജിക് എങ്ങനെയാണോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. ജസ്റ്റ് എൻ്റെ ഒരു ലോജിക് ഇതിൽ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ പ്രോബ്ലം 3 നോക്കാം.